ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് നമ്മുടെ കേക്ക് കൂടുതൽ ചിലവില്ലാതെ ഹൈറ്റ് കൂട്ടാൻ പറ്റുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് തെർമോക്കോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കേക്കിൻ്റെ അതേ വിധത്തിലുള്ള തെർമോക്കോൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ അല്പം ക്രീം പുരട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്ക് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നന്നായി ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തെർമോക്കോൾ വെക്കുന്ന ബോർഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് വേണം തെർമോക്കോൾ വെക്കാൻ. പക്ഷേ ഞാൻ ഇതിൽ അങ്ങനെ ചെയ്തിട്ടില്ല, കാരണം എനിക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വേറൊരു ബോർഡിലേക്ക് സെറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഡബിൾ ടാപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, കാരണം തെർമോക്കോൾ നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്യുന്ന അവസരത്തിൽ. ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഒരു വുഡൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് ആ ഒരു തെർമോക്കോളും കേക്കും തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കണം, എന്നാലേ കേക്ക് തെന്നി പോവാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു കേക്കും സെറ്റാക്കി എടുക്കുകയാണ്. ഒന്ന് ചോക്ലേറ്റ് കേക്കും ഒന്ന് വാനില കേക്കും ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി നമുക്ക് സെറ്റാക്കിയത് എടുത്തിട്ട് ഇതുപോലുള്ളൊരു സ്ക്വയർ ബോർഡിലേക്ക് വെച്ചിട്ട് ഡിസൈനൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെക്കുമ്പോൾ ഞാൻ ഡബിൾ ടാപ്പ് ബോർഡിൽ ഒട്ടിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മുടെ കേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ തെർമോക്കോൾ അതിൻ്റെ മുകളിൽ നന്നായി പ്രസ് ചെയ്തിരുന്നോളും, പിന്നെ കേക്ക് നീങ്ങി പോവില്ല. അടിയിൽ തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മളിങ്ങനെ എടുക്കുമ്പോഴൊക്കെ അടിയിൽ വെയിറ്റ് ഉണ്ടാവില്ല, മുകളിൽ കേക്കിൻ്റെ വെയിറ്റ് ഉണ്ടാവും ചെയ്യും. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റിക്കർ വർക്കാണ്. അതായത് ഒരു കാർ തീമും ഒരു ടെഡി ബിയറിൻ്റെ തീമുമാണ് ഓരോ കേക്കിലും ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ റെഡ് ആൻഡ് ഗോൾഡൻ തീമാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഫോക്ക് ബോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ടെഡി ബിയർ ബോൾസ് പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കേക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത്. കേക്കിൽ നമുക്ക് ഈ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, നമുക്ക് ചിലവ് വളരെ കുറവാണ്. 50 രൂപയെ പ്രിൻ്റ് എടുക്കാനാവുന്നുള്ളൂ. പിന്നെ ഇത് ഫോണ്ടൻറ്റിൻ്റെ പോലെ മെൽറ്റ് ആവുകയോ ഒന്നുമില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഈ ഫോക്സ് ബോൾസിന് ഒരു പേക്കിന് 60 രൂപയാണ് വരുന്നത്, അതിൽ 8 പീസാണ് ഉണ്ടാവുക. പക്ഷേ ഞാനിപ്പോൾ ഇതിന് വാങ്ങിയിട്ടുള്ളത് ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു പീടികയിൽ നിന്നായതുകൊണ്ട് തന്നെ 50 രൂപയ്ക്ക് തന്നെ വളരെയധികം ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 20 പീസോളം ബോൾസ് തന്നെ ഈ ഒരു വിലയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാനൊരു 3/4 കിലോൻ്റെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ട്. 3/4 കിലോൻ്റെ ബാറ്റർ നമ്മൾ ഈ 1/2 kg ടിന്നിൽ, അതായത് 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒഴിക്കുമ്പോൾ നമുക്ക് 4 ലെയറാക്കി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെ 2 ടിന്നിലായിട്ട് ഒഴിച്ചാലും മതി. ഒന്ന് ചോക്ലേറ്റ് കേക്കും ഒന്ന് വാനില കേക്കുമാണ്. 3/4 കിലോ കേക്ക് നമുക്കിതുപോലെ 6 ഇഞ്ച് ടിന്നിൽ ഒഴിച്ചാൽ അത്യാവശ്യം ഹൈറ്റിലുള്ള ഒരു ടോൾ കേക്ക് ചെയ്യാനൊക്കെ വെക്കും. ഇത് പിന്നെ അധികം ടോളായിട്ടുള്ള കേക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ തെർമോക്കോളൊക്കെ വെച്ച് ചെയ്തത്. ഇതൊരു ബോയുടെ ബർത്ത്ഡേ കേക്കാണ്. സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഇത് 2 കേക്ക് വേണമെന്ന് പാരൻസ് പറഞ്ഞിട്ടുള്ളത്. കേക്കിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ഇതിൻ്റെ റേറ്റും ഇതെവിടെയാണ് ലഭിക്കുക എന്നുള്ളതും ഇതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് ഒക്കെ ഞാൻ ആ ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടു നോക്കുക. അപ്പോൾ കേക്കിൽ ഇതാ സ്റ്റിക്കർ വർക്കും ഫോക്സ് ബോൾസിൻ്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഇതുപോലെ ചെറിയൊരു ഹാർട്ടിൻ്റെ ഡിസൈൻ കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.